കൊച്ചി കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണ വാഹനങ്ങളുടെ ടെൻഡർ ഫയലിൽ വൻ തിരിമറി. ചട്ടങ്ങൾ മറികടന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് ഇടപെട്ടതിന്റെ രേഖകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കൗൺസിലിൽ പോലും ചർച്ച ചെയ്യാതെയാണ് നീക്കമെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണത്തിനുള്ള ആദ്യത്തെ കരാർ 2021 കൊണ്ടുവരുന്നത്. അന്ന് MA താഹ എന്നയാൾക്ക് കരാർ ലഭിച്ചു. തൊട്ടടുത്ത വർഷം കാലാവധി അവസാനിച്ചെങ്കിലും അന്നത്തെ സെക്രട്ടറി കരാർ നീട്ടി നൽകി. അതിനുശേഷം 5 തവണയാണ് ഇതുവരെ ടെൻഡർ വിളിച്ചത്. മറ്റു പലർക്കും ലഭിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് 4ാമത്തെ ടെൻഡർ വിളിക്കുന്നത്. നിലവിലുള്ള നിരക്കിനു സമാനമായ തരത്തിൽ കിട്ടിയിട്ടും അതും റദ്ദാക്കി. റേറ്റ് സമാനമായ റേറ്റാണ് കോട്ട് ചെയ്യപ്പെട്ടത്. നിലവിലുള്ള റേറ്റിന് ഓൾമോസ്റ്റ് ഇക്വലൻ്റ് റേറ്റാണ് കോട്ട് ചെയ്തത്. പക്ഷേ അതിലൊരു സാങ്കേതിക പിഴവ് പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കത്തിൽ പറഞ്ഞൊരു കാര്യം, ഇതിലൊരു EMD സെക്യൂരിറ്റി ആയിട്ട് കോർപ്പറേഷൻ വാങ്ങിക്കുന്നത് 30 ലക്ഷം വാങ്ങിക്കണമെന്നാണ് നോംസ്. പക്ഷേ ടെൻഡർ ഡോക്യുമെൻറ്റിൽ 3 ലക്ഷം മതി എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ടെൻഡർ നടന്നത്. അപ്പോൾ അതൊരു ടെക്നിക്കൽ ഫോൾട്ടാണ്. ആ ടെക്നിക്കൽ ഫോൾട്ട് ബേസിക്കലി ടെൻഡർ വാലിഡ് ആണ്. പക്ഷേ ആ ടെക്നിക്കൽ ഫോൾട്ട് കാരണം ഇത് റദ്ദ് ചെയ്യാനായിട്ടാണ് തീരുമാനമെടുത്തത്. ടെൻഡർ റദ്ദ് ചെയ്യേണ്ട നടപടിക്രമം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാങ്കേതിക ക്ലറിക്കൽ എറർ വന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അവരുമായിട്ട് സംസാരിച്ച് അത് കറക്റ്റ് ചെയ്തിട്ട് റീനെഗോഷിയേറ്റ് ചെയ്ത് അവർ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡാണ്. പക്ഷേ അതിന് പകരം അത് റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇതിനുശേഷം ഈ വർഷം മാർച്ചിൽ 5ാമതും ടെൻഡർ വിളിച്ചു. എന്നാൽ കരാറിലെ തുക ഉയർന്നതാണെന്ന് കാണിച്ച് ഹെൽത്ത് ഓഫീസർ റിപ്പോർട്ട് നൽകി. ഈ ശുപാർശയിൽ ഉടൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് ഇടപെട്ടു. ചട്ടം മറികടന്ന് അഷ്റഫ് ഇടപെട്ടതോടെ വീണ്ടും ഒരാൾക്ക് തന്നെ കരാർ നീട്ടിക്കിട്ടുന്ന സാഹചര്യമാണ്. പ്രതികരിക്കാൻ അഷ്റഫ് ഇതുവരെ തയ്യാറായിട്ടില്ല. 5ാമത്തെ ടെൻഡറിൽ വന്നിരിക്കുമ്പോൾ 5400 എന്നുള്ള റേറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് സബ്സ്റ്റാൻഷ്യലി ഹയറാണ്. നേരത്തെ ഉള്ള 3400 3600 വലിയ റേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് കോർപ്പറേഷൻ ധനനഷ്ടം ഉണ്ടാകുന്നൊരു സാഹചര്യം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള കൊട്ടേഷൻ പീരീഡ് ഇനി അടുത്ത ടെൻഡർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചുകൊണ്ട് ചെയർമാൻ ഇത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ശുപാർശ ഫയലിൽ രേഖപ്പെടുത്തുന്നത്. ആ ഫയലിൽ രേഖപ്പെടുത്തിയേക്കുന്നത് സാങ്കേതികമായി ശരിയല്ല എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. കാര്യം അങ്ങനെ രേഖപ്പെടുത്താനായിട്ടുള്ളൊരു പവറില്ല. നമുക്ക് കത്ത് കൊടുക്കാം, ചെയർമാന് കത്ത് കൊടുക്കാനുള്ള പവറുണ്ട്. മേയർ, പരിണിതപ്രജ്ഞനായ മേയർ നിരവധി കൗൺസിലിരുന്ന കൗൺസിൽ കമ്മിറ്റികളുടെ ചെയർമാനായിരുന്ന വ്യക്തി അത് അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ കൗണ്ടർ സൈൻ ചെയ്ത് സീൽ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. കാര്യം അത്തരത്തിൽ അങ്ങനെ മേയർ ചെയ്യുന്നത് ഒരു ചെയർമാൻ്റെ ശുപാർശ എന്ന് പറഞ്ഞാൽ കത്ത് മൂലമാണ് വരേണ്ടത്. കത്തില്ലാതെ ഫയലിൽ തന്നെ രേഖപ്പെടുത്തുകയും അതിന് കീഴിൽ മേയറും കൂടി സീൽ വെച്ച് അത് ചെയ്യുന്നത് ശരിയായ ഒരു നടപടിക്രമമല്ല. കൗൺസിൽ പോലും അറിയാതെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന വാദത്തെ മേയറടക്കം നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ഇവയൊന്നും കൗൺസിൽ അജണ്ടയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അഴിമതിക്ക് കളമൊരുക്കുന്നതിനു വേണ്ടിയാണോ ഇത്തരത്തിൽ 5 തവണയും ടെൻഡർ റദ്ദാക്കിയതെന്ന ചോദ്യമാണ് ബാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.